അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് RR ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതായത് രാജറെഡ്ഡി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജേർണൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ കാണാൻ പോകുന്നത്, അതായത് എന്റെ കുറച്ച് വീഡിയോസിൽ നിങ്ങൾ കമന്റ് ഇട്ടിട്ടുണ്ട് ഓരോ കോളേജിനെ കുറിച്ചിട്ട് പറയുമോ, അല്ലെങ്കിൽ ഈ കോളേജ് നല്ലതാണോ. അപ്പോൾ എനിക്ക് എല്ലാ കമന്റ്സിനും റിപ്ലൈ തരാൻ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ ഒരാൾക്ക് മാത്രമായിരിക്കില്ല ഒരു കോളേജിനെ കുറിച്ച് അറിയേണ്ടത്, ഒരേ കോളേജിനെ കുറിച്ച് പലർക്കും അറിയേണ്ട ആവശ്യമുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ ചോദിച്ച ഓരോ കോളേജിനെ കുറിച്ചിട്ട് ജസ്റ്റ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വളരെ ഷോർട്ടായിട്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാന്. അപ്പോൾ എല്ലാ കോളേജിനെ കുറിച്ച് പറഞ്ഞൊരു വലിയ വീഡിയോ ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പൊ കോളേജസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മുടെ ഇപ്പൊ കർണാടകയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരില് ചില കോളേജുകളിൽ അവർക്ക് പല പല ക്യാമ്പസ് ഉണ്ടാവും. അതിനർത്ഥം അതിന്റെ രജിസ്ട്രേഷൻ മാത്രമാണ് വേറെ വരുന്നുള്ളൂ. അതായത് നമ്മളിപ്പോ ഒരു കോളേജിന്റെ അടുത്ത് അതിന്റെ ഏത് ക്യാമ്പസിൽ എടുത്താലും കുട്ടികളെല്ലാം ഒരുമിച്ചിരുത്തിയായിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷെ രജിസ്ട്രേഷൻ മാത്രമാണ് മാറി വരുന്നത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ INC ഉള്ള ക്യാമ്പസ് നോക്കി അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇവിടെ വേറെ കോളേജുകൾ ഉണ്ട്. അതായത് അവർക്ക് സബ് കോളേജുകൾ, ഒരു കോളേജ് ഒരു സ്ഥലത്താണെങ്കിൽ അതിന്റെ അടുത്ത കോളേജ് വരുന്നത് വേറെ ദൂരെ സ്ഥലത്തായിരിക്കും. അപ്പോ അങ്ങനത്തെ ഒരു കോളേജ് എടുക്കാതെ ഒരു കോമ്പൗണ്ടിൽ തന്നെ പല ബ്ലോക്ക് ആയിട്ട് വരുന്ന കോളേജുകളാണെങ്കിലും കുഴപ്പമില്ല, INC നോക്കി നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് RR ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതായത് രാജറെഡ്ഡി ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന്റെ ലൊക്കേഷൻ വരുന്നത് ദാസരഹള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് 5 to 6 കിലോമീറ്റേഴ്സ് അടുത്ത് ചിക്ബാനവര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ്, ഹെസർഘട്ട മെയിൻ റോഡിലാണ് ആ സ്ഥലം വരുന്നത്. അവിടെയാണ് നമ്മുടെ RR ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ട്രാവലിംഗ് എളുപ്പമാണ്. അതായത് നമുക്ക് ചിക്ബാനവര എന്ന് പറയുമ്പോൾ അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ 5 to 6 കിലോമീറ്റേഴ്സിന്റെ അടുത്ത് തന്നെയാണ് നമുക്ക് മെട്രോ സ്റ്റേഷനും വരുന്നത്. സോ ട്രാവലിംഗ് എളുപ്പമാണ്. അതേപോലെ തന്നെ മലയാളീസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ദ മെയിൻ തിങ് ഇസ് അതിന് 3 ക്യാമ്പസുകൾ ഉണ്ട്. ഒരു ക്യാമ്പസിന്റെ പേര് മഞ്ജുനാഥ കോളേജ് ഓഫ് നഴ്സിംഗ്, പിന്നെ RR കോളേജ് ഓഫ് നഴ്സിംഗ്, അതേപോലെ തന്നെ NRR കോളേജ് ഓഫ് നഴ്സിംഗ്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ജസ്റ്റ് INC KNC ഏതാണ് അപ്രൂവൽ ഉള്ളത് നോക്കുക. അത് നോക്കി നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ബട്ട് എനിക്ക് തോന്നുന്നു INC ഉള്ള ക്യാമ്പസിന്റെ സീറ്റ് ഫില്ലായി എന്നാണ് തോന്നുന്നത്. സോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോളേജിന്റെ അടുത്ത് തന്നെ കുറെ കേരള മെസ്സുകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡും അവിടെ ഓക്കെയാണ്. നല്ലൊരു കോളേജാണത്. അതിന്റെ ലൊക്കേഷൻ വരുന്നത് ദാസരഹള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് 5 to 6 കിലോമീറ്റേഴ്സ് അടുത്ത് ചിക്ബാനവര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ്, ഹെസർഘട്ട മെയിൻ റോഡിലാണ് ആ സ്ഥലം വരുന്നത്. അവിടെയാണ് നമ്മുടെ RR ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ട്രാവലിംഗ് എളുപ്പമാണ്. അതായത് നമുക്ക് ചിക്ബാനവര എന്ന് പറയുമ്പോൾ അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ 5 to 6 കിലോമീറ്റേഴ്സിന്റെ അടുത്ത് തന്നെയാണ് നമുക്ക് മെട്രോ സ്റ്റേഷനും വരുന്നത്. സോ ട്രാവലിംഗ് എളുപ്പമാണ്. അതേപോലെ തന്നെ മലയാളീസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ദ മെയിൻ തിങ് ഇസ് അതിന് 3 ക്യാമ്പസുകൾ ഉണ്ട്. ഒരു ക്യാമ്പസിന്റെ പേര് മഞ്ജുനാഥ കോളേജ് ഓഫ് നഴ്സിംഗ്, പിന്നെ RR കോളേജ് ഓഫ് നഴ്സിംഗ്, അതേപോലെ തന്നെ NRR കോളേജ് ഓഫ് നഴ്സിംഗ്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ജസ്റ്റ് INC KNC ഏതാണ് അപ്രൂവൽ ഉള്ളത് നോക്കുക. അത് നോക്കി നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ബട്ട് എനിക്ക് തോന്നുന്നു INC ഉള്ള ക്യാമ്പസിന്റെ സീറ്റ് ഫില്ലായി എന്നാണ് തോന്നുന്നത്. സോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോളേജിന്റെ അടുത്ത് തന്നെ കുറെ കേരള മെസ്സുകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡും അവിടെ ഓക്കെയാണ്. നല്ലൊരു കോളേജാണത്. അപ്പൊ ഞാൻ അടുത്തത് പറയാൻ പോകുന്ന കോളേജ് ഞാൻ പഠിച്ച എന്റെ സ്വന്തം കോളേജാണ്, മല്ലിക കോളേജ് ഓഫ് നഴ്സിംഗ്. അതും കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു മല്ലിക കോളേജ് ഓഫ് നഴ്സിംഗ് നല്ലതാണോ എന്നൊക്കെ. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. മല്ലിക കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നമുക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലും ഉണ്ട് മല്ലിക കോളേജ് ഓഫ് നഴ്സിംഗിന്. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഈ RR ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്ന ചിക്ബാനവരയിൽ നിന്ന് പിന്നെയും 6 കിലോമീറ്റേഴ്സ് ഉള്ളിലോട്ടാണ് മല്ലിക കോളേജ് ഓഫ് നഴ്സിംഗ് വരുന്നത്. അതും ഹെസർഘട്ട മെയിൻ റോഡിൽ തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ബോയ്സിന് സീറ്റ് കുറവാണ്. ഗേൾസിന്റെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും കോളേജിന് ഒരു 800 മീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് ഗേൾസിന്റെ ഹോസ്റ്റൽ വരുന്നത്. ഗേൾസിന്റെ ഹോസ്റ്റൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ഓൺ ഹോസ്പിറ്റൽ വരുന്നത് മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 2 to 3 കിലോമീറ്റേഴ്സിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഗേൾസ് ഹോസ്റ്റലും മല്ലിക ഹോസ്പിറ്റലും വരുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഓൺ ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് നമുക്ക് VIP പേഷ്യൻസ് ആണ് അവിടെ കൂടുതൽ വരുന്നത്. അപ്പൊ നമുക്ക് സ്റ്റുഡൻസിന് കുറച്ച് പണികളൊക്കെ പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു അവിടെ.
പക്ഷെ ക്ലിനിക്കൽ പോസ്റ്റിംഗ്സ് എല്ലാം നമ്മുടെ കോളേജിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലേക്ക് വിടുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് പണികളെല്ലാം ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ മല്ലിക എന്ന് പറയുന്നത് നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അടുത്തത് ശ്രീ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജ് ആണ്. ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് ക്ലിനിക്കൽ പോസ്റ്റിംഗ്സിന്റെ എല്ലാം കാര്യത്തില് പക്കയാണ്, ഒരു പ്രശ്നവുമില്ല. അത് INC അപ്രൂവ്ഡ് ആണ് ആ കോളേജ്. പിന്നെ ബോയ്സിനാണെങ്കിൽ ഞാൻ അത്ര പ്രിഫർ ചെയ്യില്ല, കാരണം ബോയ്സ് അവിടെ കുറവാണ്. സോ ബോയ്സിന് ഞാൻ പ്രിഫർ ചെയ്യില്ല. പിന്നെ നമുക്ക് ഈ ശ്രീ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ 2 സ്ഥലത്താണ് വരുന്നത്. അതിന്റെ ക്യാമ്പസ്, ഒരു ക്യാമ്പസ് വരുന്നത് നിലമംഗൽ, അതായത് നമ്മുടെ മെട്രോ സ്റ്റേഷൻ, ലാസ്റ്റ് മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് മടവരെയാണ്. അവിടുന്ന് ഒരു 6 കിലോമീറ്റേഴ്സ് അടുത്താണ് നിലമംഗല എന്ന് പറയുന്ന ലൊക്കേഷൻ വരുന്നത്. സോ ഒരു ക്യാമ്പസ് നിലമംഗലയിലും അടുത്ത ക്യാമ്പസ് തുംകൂറിലാണ്. അപ്പൊ ബാംഗ്ലൂർ സിറ്റി ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ ശ്രീ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിലമംഗലുള്ള ക്യാമ്പസ് ആയിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ ബെറ്റർ. അതേപോലെ തന്നെ നിങ്ങൾക്ക് കർണാടകയിൽ എവിടെയെങ്കിലും മതി എന്നുള്ള ഒരു മൈൻഡിലാണെങ്കിൽ തുംകൂറുള്ള ശ്രീ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജ് എടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്തത് വരുന്നത് ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പം നമുക്ക് നേരത്തെ പറഞ്ഞ RR കോളേജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചിക്ബാനവരെയാണ്. അവിടുന്ന് ഒരു 2.5 കിലോമീറ്റേഴ്സിന്റെ അടുത്താണ് സൊൾദേവനഹള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലം വരുന്നത്. ആ സ്ഥലത്താണ് നമ്മുടെ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പം അതൊരു വലിയൊരു കോളേജാണ്. ഒരു 120 ഏക്കേഴ്സിന്റെ ഉള്ളിലാണ് ആ കോളേജ് ക്യാമ്പസ് വരുന്നത്. അവിടെ നഴ്സിംഗ് മാത്രമല്ല എല്ലാ കോഴ്സസും, ഓൾമോസ്റ്റ് എല്ലാ കോഴ്സസും ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. പിന്നെ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്യാമ്പസ് ലൈഫ്, ഒരു സ്റ്റുഡൻസിന് എന്റർടൈൻ ചെയ്യാൻ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനുള്ള എൻജോയ്മെന്റ് ആയിട്ടുള്ള കുറെ പ്രോഗ്രാംസുകളെല്ലാം ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നുണ്ട്. ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നഴ്സിംഗ് ക്യാമ്പസിന്റെ നെയിം വരുന്നത് ശ്രീമതി നാഗരത്നമ്മ കോളേജ് ഓഫ് നഴ്സിംഗ് എന്നാണ്. അത് INC KNC അപ്രൂവ്ഡ് ആണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ് ഈ നഴ്സിംഗ് കോളേജ്. ക്ലിനിക്സ് എല്ലാം കിട്ടുന്നുണ്ട്. ഓൺ ഹോസ്പിറ്റൽ ഇല്ല. പിന്നെ നമുക്ക് ഈ കോളേജ് എന്ന് പറയുമ്പോൾ ഒരു മലയാളികളുടെ കൊട്ടക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, കാരണം അത്രയും മലയാളീസ് ഉണ്ട് ഈ കോളേജില്. പക്ഷെ ഫീസ് ആചാര്യ കോളേജിൽ കുറച്ച് കൂടുതലാണ് ബാക്കി കോളേജുകളെ വെച്ച് നോക്കുമ്പോൾ. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഡിമാൻഡുള്ള കോളേജാണ്. ബാംഗ്ലൂരിൽ തന്നെ ടോപ്പ് കോളേജസിൽ ഒന്നാണ് ഈ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ. സോ നല്ലൊരു ക്യാമ്പസ് ലൈഫ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്ന ഒരാളാണെങ്കിൽ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അടുത്തത് കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു കോളേജാണ് കർണാടക കോളേജ് എന്ന് പറയുമ്പോൾ. ഇത് നമുക്ക് ലൊക്കേഷൻ വരുന്നത് യലഹങ്കയാണ്. അതായത് നമുക്ക് മെട്രോ അവിടേക്ക് അവൈലബിൾ അല്ല, നമുക്ക് ബസ് ട്രാവലിംഗ് അവിടേക്ക് ഓക്കെ ആണ്. നമുക്ക് ബാംഗ്ലൂരിൽ തന്നെ ഒരു ഫേമസ് സിറ്റിയാണ് യലഹങ്ക എന്ന് പറയുമ്പോൾ. അവിടെയാണ് നമ്മുടെ കർണാടക കോളേജ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ കോളേജിന് പല ക്യാമ്പസുകളുണ്ട്, 4 ക്യാമ്പസുകളുണ്ട്. ഒന്ന് ഫാദർ മാത്യൂസ് കോളേജ് ഓഫ് നഴ്സിംഗ്, പിന്നെ മഞ്ജുനാഥ കോളേജ് ഓഫ് നഴ്സിംഗ്, പിന്നെ കർണാടക കോളേജ് ഓഫ് നഴ്സിംഗ്, പിന്നെ ഒരു ക്യാമ്പസ് ഉണ്ട്. ആ ക്യാമ്പസിന്റെ നെയിം എനിക്ക് അറിയില്ല. നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് INC KNC ഉള്ള ക്യാമ്പസിൽ തന്നെ അഡ്മിഷൻ എടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പഠിപ്പിക്കുമ്പോൾ എല്ലാ പിള്ളേരും ഒരുമിച്ചെടുത്തായിരിക്കും പഠിപ്പിക്കുന്നത്. എല്ലാം ഒരുമിച്ച്, എല്ലാ പ്രോഗ്രാംസ് എല്ലാം ഒരുമിച്ചായിരിക്കും. പക്ഷെ രജിസ്ട്രേഷൻ വരുമ്പോൾ നമ്മൾ അഡ്മിഷൻ എടുത്ത ക്യാമ്പസിലായിരിക്കും വരുന്നത്. സോ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ INC KNC അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്യാമ്പസിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ മലയാളീസ് ഉണ്ട്. ചില ക്യാമ്പസിൽ കർണാടക സ്റ്റുഡൻസിന് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളൂ. ഇത് റിസർവേഷൻ സീറ്റാണ്, KCT വഴി റിസർവേഷൻ സീറ്റാണ് വരുന്നത്. അപ്പം നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചൊന്ന് അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അടുത്തതെന്ന് പറയുമ്പോൾ ഭാരതി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മടവര മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു 2 to 3 കിലോമീറ്റേഴ്സിന് അടുത്ത് തന്നെയാണ്. ട്രാവലിംഗ് ഈസി ആണ് ഈ കോളേജിലോട്ട്. ഈ കോളേജിന്റെ അണ്ടറിൽ 2 ക്യാമ്പസ് ആണ് വരുന്നത്, ഭാരതി കോളേജ് ഓഫ് നഴ്സിംഗും അതേപോലെ തന്നെ സെന്റ് ക്ലാരറ്റ് കോളേജ് ഓഫ് നഴ്സിംഗും. ഈ 2 കോളേജസിനും INC KNC അപ്രൂവ്ഡ് ആണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്നതാണ് ഈ 2 കോളേജസും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കോളേജിന് മലയാളി മാനേജ്മെന്റ് ആണ്. അതായത് നമ്മുടെ ചെയർമാൻ അതേപോലെ തന്നെ പ്രിൻസിപ്പൽ എല്ലാം വരുന്നത് മലയാളീസ് ആണ്. ഗേൾസ് ഹോസ്റ്റൽ കോളേജിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഗേൾസ് ഹോസ്റ്റൽ വരുന്നത്. നമുക്ക് കേരള സ്റ്റൈൽ ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കോളേജ് ഫീമെയിൽസ് ഓൺലി അഡ്മിഷൻ ആണിപ്പോ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാമ്പസ് ലൈഫ് ഒക്കെ എക്സ്പെക്ട് ചെയ്താണ് വരുന്നതെങ്കിൽ, ഭയങ്കര അടിച്ചുപൊളി ലൈഫ് ഒക്കെ എക്സ്പെക്ട് ചെയ്താണ് വരണമെങ്കിൽ ഈ കോളേജ് സെലക്ട് ചെയ്യരുത്. ഈ കോളേജ് എന്ന് പറയുമ്പോൾ അക്കാഡമിക്സിനും അതേപോലെ തന്നെ ക്ലിനിക്സിനുമാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലെന്നല്ല, ആവശ്യത്തിന് പ്രോഗ്രാംസ് ഉണ്ട്. ബട്ട് അക്കാഡമിക്സിനും ക്ലിനിക്സിനും ആയിരിക്കും മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ BGS ആണ്. എനിക്ക്
ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു കോളേജാണ് BGS എന്ന് പറയുമ്പോൾ. ഈ BGS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ട്രസ്റ്റ് ആണ്. 2 കോളേജുകളാണ് ഇതിന് വരുന്നത്. ഒന്ന് BGS ഗ്ലോബലും വേറൊന്ന് പറയുമ്പോൾ BGS മെഡിക്കൽ കോളേജുമാണ്. ഇത് രണ്ടും ഒരേ ട്രസ്റ്റിന്റെ അണ്ടറിൽ തന്നെ വരുന്ന കോളേജാണ്. ഈ BGS മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഒരു ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണ്. അതിന്റെ ലൊക്കേഷൻ വരുന്നത് നിലമംഗലയാണ്. നേരത്തെ പറഞ്ഞ ഭാരതി ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു 3 കിലോമീറ്റേഴ്സിന്റെ അടുത്ത് തന്നെയാണ് നമുക്ക് BGS മെഡിക്കൽ കോളേജ് വരുന്നത്. അവിടെ മലയാളീസ് ഉണ്ട്. INC അപ്രൂവ്ഡ് ആണ് ആ കോളേജ്. പിന്നെ നമുക്ക് BGS ഗ്ലോബൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മലയാളം മൂവി ആവേശത്തിലെ കോളേജാണ് BGS ഗ്ലോബൽ എന്ന് പറയുമ്പോൾ. അത് മെഡിക്കൽ കോളേജ് അല്ല, അതിന്റെ നഴ്സിംഗ് കോളേജിന്റെ പേര് വരുന്നത് SJB കോളേജ് ഓഫ് നഴ്സിംഗ് എന്നാണ്. ഈ BGS ഗ്ലോബലിന് ഓൺ ഹോസ്പിറ്റൽ ഉണ്ട്. BGS ഹോസ്പിറ്റൽ തന്നെയാണ് അതിന്റെ പേര്. പിന്നെ എനിക്ക് എൻക്വയറീസ് വന്നപ്പം എനിക്ക് കൂടുതൽ മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ആകെ കൺഫ്യൂസ്ഡ് ആണ് BGS ഗ്ലോബലും BGS മെഡിക്കൽ കോളേജും തമ്മിൽ. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഡൗട്ടിന് ഒരു ക്ലാരിഫിക്കേഷൻ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഫീസ് വൈസ് നോക്കുകയാണെങ്കിൽ BGS ഗ്ലോബലിനേക്കാളും BGS മെഡിക്കൽ കോളേജ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഇത്രയും കോളേജിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള കോളേജുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഞാനത് അടുത്ത പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും കോളേജിനെ കുറിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ. സോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. So this is all about my today's video. This is me, Human Zara, signing off.